നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നിലവിൽ സർക്കാർ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക സമഗ്രമായി പരിശോധിക്കുന്ന നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. അർഹരായവർക്ക് മാത്രമേ ഇനി പെൻഷൻ ലഭിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ക്ഷേമ പെൻഷൻ 3000 ആക്കുമെന്ന പ്രഖ്യാപനത്തിന്റെ നടപ്പാക്കൽ നടപടികളും പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിലും വ്യക്തമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കാം. ഗുണഭോക്തൃ പരിശോധന ശക്തമാക്കുന്നു. നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളുടെയും വിവരങ്ങൾ സർക്കാർ വീണ്ടും പരിശോധിക്കുന്നു. ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ നോക്കാം. അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക, യഥാർത്ഥ അർഹരായവർക്ക് പെൻഷൻ ഉറപ്പാക്കുക, വ്യാജ അപേക്ഷകളും ഇരട്ട ആനുകൂല്യങ്ങളും കണ്ടെത്തുക, അർഹരായ പുതിയ അപേക്ഷകരെ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് നിലവിൽ പെൻഷൻ വാങ്ങുന്ന സ്വന്തം രേഖകളിലെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കണം. വാർഷിക ലൈഫ് മസ്റ്ററിംഗ് നിർബന്ധമാണ്. ക്ഷേമ പെൻഷൻ തുടർന്നും ലഭിക്കണമെങ്കിൽ ഓരോ വർഷവും ആധാർ അടിസ്ഥാനത്തിലുള്ള ബയോമെട്രിക് ലൈഫ് മസ്റ്ററിംഗ് നിർബന്ധമാണ്. ലൈഫ് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുവരെ ചെയ്യാത്തവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ ബന്ധപ്പെട്ട ഓഫീസിലോ എത്തിയ നടപടികൾ പൂർത്തിയാക്കുക. 3000 പെൻഷൻ ഏറ്റവും പുതിയ സ്ഥിതിഗതികൾ എന്താണെന്ന് നോക്കാം. സർക്കാർ ക്ഷേമ പെൻഷൻ 3000 ഉയർത്തുമെന്ന് വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും സർക്കാർ അറിയിച്ചു. അതേസമയം ഇപ്പോൾ എല്ലാവർക്കും 3000 ലഭിക്കാൻ തുടങ്ങിയിട്ടില്ല. നിലവിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് നിലവിലെ നിരക്കിലാണ് പെൻഷൻ വിതരണം തുടരുന്നത്. സർക്കാർ ഔദ്യോഗിക ഉത്തരവ് പുറത്തുവരുന്ന മുറയ്ക്ക് മാത്രമേ പുതിയ തുക പ്രാബല്യത്തിൽ വരൂ. അതിനാൽ സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. നിലവിലെ പെൻഷൻ വിതരണം നോക്കാം. അർഹരായ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ ഓരോ മാസവും വിതരണം തുടരുന്നു. ബാങ്ക് അക്കൗണ്ടിലൂടെയോ സഹകരണ വഴിയോ തുക ലഭിക്കുന്നവർ അവരുടെ അക്കൗണ്ട് ഇടയ്ക്കിടെ പരിശോധിക്കുക. പുതിയ അപേക്ഷ എങ്ങനെ നൽകാമെന്ന് നോക്കാം. ഇതുവരെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത അർഹരായവർക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാം. അതിനായി അപേക്ഷാ ഫോം വാങ്ങുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ആധാർ കാർഡ്, റേഷൻ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ, വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ BPL രേഖ, ബാങ്ക് പാസ്ബുക്ക്, താമസരേഖ ഇവ സഹിതം ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അപേക്ഷ നൽകണം. അപേക്ഷ നൽകിയ ശേഷം എന്ത് നടക്കും? അപേക്ഷ ലഭിച്ചതിന് ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരിശോധന നടത്തും. രേഖകൾ പരിശോധിച്ച് അർഹത ഉറപ്പാക്കിയ ശേഷം ഗുണഭോക്തൃ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തും. തുടർന്ന് പെൻഷൻ വിതരണം ആരംഭിക്കും. വാർദ്ധക്യ പെൻഷൻ ലഭിക്കാനുള്ള പ്രധാന യോഗ്യത നോക്കാം. അപേക്ഷകന് 60 വയസ്സോ അതിലധികമോ ആയിരിക്കണം. കേരളത്തിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം നിശ്ചിത പരിധിക്കുള്ളിലായിരിക്കണം. മറ്റ് സർക്കാർ സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്ക് സാധാരണയായി അർഹതയില്ല. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരേ സമയം ലഭിക്കുന്നവർക്ക് അർഹതയുണ്ടാകില്ല. സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ അഷ്യൂർഡ് പെൻഷൻ സ്കീം. കേരള സർക്കാർ ജീവനക്കാർക്കായി അഷ്യൂർഡ് പെൻഷൻ സ്കീം APS നടപ്പിലാക്കിയിട്ടുണ്ട്. 30 വർഷത്തെ യോഗ്യരായ സർവീസ് പൂർത്തിയാക്കുന്ന ജീവനക്കാർക്ക് വിരമിക്കുമ്പോൾ അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ പരമാവധി 50% വരെ ഉറപ്പുള്ള പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി. ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ലൈഫ് മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കുക. രേഖകളിലെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കുക. അപേക്ഷ നൽകിയവർ പരിശോധനയ്ക്ക് ആവശ്യമായ രേഖകൾ തയ്യാറാക്കി വെക്കുക. 3000 പെൻഷൻ സംബന്ധിച്ച ഔദ്യോഗിക സർക്കാർ ഉത്തരവ് വന്നാൽ മാത്രമേ പുതിയ തുക ലഭിക്കൂ. നിലവിൽ സർക്കാർ ഗുണഭോക്തൃ പട്ടിക പുനഃപരിശോധിക്കുകയും അർഹരായവർക്ക് മാത്രം ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം 3000 ക്ഷേമ പെൻഷൻ നടപ്പിലാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളുടെയും പെൻഷൻ അപ്ഡേറ്റുകളുടെയും വിശ്വസനീയമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.